സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സൂപ്പർ എലിവേഷൻ ആണ്. സൂപ്പർ എലിവേഷൻ ഈസ് റെപ്രസെൻറ്റ് ബൈ സ്മോൾ ഇ. സോ സൂപ്പർ എലിവേഷൻ എന്താണെന്ന് നോക്കാം. ട്രാൻസ്വേഴ്സ് ഇൻക്ലിനേഷൻ ടു ദി പേയ്മെൻറ്റ് സർഫസ്. സോ ഒരു പേയ്മെൻറ്റ് സർഫസിൽ കൊടുക്കുന്ന ട്രാൻസ്വേഴ്സ് ഇൻക്ലിനേഷൻ പറഞ്ഞപ്പോഴാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻ ഓർഡർ ടു കൗണ്ടറാക്ട് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആൻഡ് ഓവർടേൺ ഓർ സ്കിഡ് റെസിസ്റ്റൻസ് ദ ഔട്ടർ എഡ്ജ് ഓഫ് ദി പേയ്മെൻറ്റ് ഈസ് റൈസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ഇന്നർ എഡ്ജ്. സോ ഹൈവേ കൂടെ പോകുമ്പോൾ ഔട്ടർ എഡ്ജ് ജസ്റ്റ് റൈസ് ചെയ്ത് കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും. സോ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനെക്കാട്ട് റൈസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. സോ അതിനെ പറഞ്ഞ പേരാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ. സോ എന്തിനാണ് ഇത് സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നത്? അവിടെ ഉണ്ടാകുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ഓവർടേൺ ഇഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ മെയിനായിട്ട് സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നത്. ഓക്കെ. സോ സൂപ്പർ എലിവേഷന് മാക്സിമം സൂപ്പർ എലിവേഷൻ വാല്യൂ ഉണ്ട്, ഒരു മിനിമം സൂപ്പർ എലിവേഷൻ വാല്യൂ ഉണ്ട്. സോ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ മാക്സിമം സൂപ്പർ എലിവേഷൻ, സോ ഓരോ ടെറൈൻസിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ മാക്സിമം സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്. സോ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെങ്കിൽ സോ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ 7% അല്ലെങ്കിൽ 0.07 ആയിരിക്കും വരുന്നത്. സോ ഹിൽ റോഡ്സിലാണെങ്കിൽ സോ അവിടെ ഉണ്ടാകുന്ന മാക്സിമം സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് 10% ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അർബൻ റോഡ്സിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാക്സിമം സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ 4% ആയിരിക്കും. സോ ഇത് IRC റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂ ആണ്. ഈ വാല്യൂവിനെ ബേസ്ഡായിരിക്കും നമ്മളെപ്പോഴും റോഡ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സൂപ്പർ എലിവേഷൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതുപോലെ തന്നെ മിനിമം സൂപ്പർ എലിവേഷൻ്റെ വാല്യൂസ് ഉണ്ട്. സോ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ മിനിമം സൂപ്പർ എലിവേഷൻ ഈസ് പ്രൊവൈഡ് ടു ദി സർഫസ് ടു ഡ്രെയിൻ ദി സർഫസ് വാട്ടർ. സോ റോഡിൽ കൂടി വരുന്ന റെയിൻ വാട്ടറിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന എലിവേഷൻ അല്ലെങ്കിൽ സ്ലോപ്പിന് പറഞ്ഞ പേരാണ് മിനിമം സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ സൂപ്പർ എലിവേഷന് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. സോ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ E+F ഈസ് ഈക്വൽ ടു V²/GR. സോ ഇതിനകത്ത് V എന്ന് പറയുന്നത് മീറ്റർ/സെക്കൻഡിൽ തരുമ്പോഴായിരിക്കും ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇൻ കേസ് വിയുടെ വാല്യൂ km/h നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. സോ ഇക്വേഷൻ ബിക്കം E+F ഈസ് ഈക്വൽ ടു V²/127R എന്ന് പറയും. സോ ഇതിൻ്റെ അകത്ത് ഓരോ ടേംസ് എന്താണെന്ന് നോക്കാം. സ്മോൾ ഇ എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ആണ്. സോ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫ് എന്ന് പറയുന്നത് നമ്മുടെ കോയിഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കും. സോ കോയിഫിഷ്യൻ ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ നമ്മളിവിടെ എടുക്കുന്നത് 0.15 ആയിരിക്കും എടുക്കുന്നത്. സോ വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് വെഹിക്കിളായിരിക്കും, ദാറ്റ് ഈസ് മീറ്റർ/സെക്കൻഡ് ഓർ km/h ആയിരിക്കും വരുന്നത്. സോ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവ് ആയിരിക്കും, ദാറ്റ് ഈസ് ഇൻ മീറ്റർ ആയിരിക്കും വരുന്നത്. സ്മോൾ ജി എന്ന് പറഞ്ഞത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും വരുന്നത്. സോ ഇത്രയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ സൂപ്പർ എലിവേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് E+F ഈസ് ഈക്വൽ ടു V²/GR ആണ്. സോ വി ഇൻ മീറ്റർ/സെക്കൻഡിലാകുമ്പോഴാണ് ഈ ഇക്വേഷൻ വരുന്നത്. സോ വി km/h നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും, ദാറ്റ് ഈസ് ഈക്വൽ ടു E+F ഈസ് ഈക്വൽ ടു V²/127R ആയിരിക്കും വരുന്നത്. ഓക്കെ.